Hello everyone, welcome back to the channel. Question idana. The integrating factor 1 plus 2 into e raised to minus x into dy by dx minus 2 into e raised to minus xy equal to 1 plus e raised to minus x is options കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുകയാണ്. അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താ, ഡി വൈ ബൈ ഡി എക്സ് ആണോ ഡി എക്സ് ബൈ ഡി വൈ ആണോ നോക്കുക. അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 1 ആക്കുക. അതായത് ഇവിടെ 1 പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. സോ ത്രൂ ഔട്ട് നമ്മൾ 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഡി വൈ ബൈ ഡി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം നമുക്ക്. അതാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ആ ഇക്വേഷനെ 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജനറൽ ഫോർമാറ്റ് ആയോ നോക്കി, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിലല്ലേ. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. അതായത് വൈയുടെ കോയിഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ പി എഴുതുക. അപ്പോൾ ഇവിടെ വൈയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു എക്സിൻ്റെ ഫംഗ്ഷനാണ്. അത് മൈനസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് ആണ് ഇവിടുത്തെ പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ്. ഇതാണ് ജനറൽ ഫോർമാറ്റെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ അത് ഉപയോഗിച്ച് ഇവിടെ പി എന്ന് പറയുന്നത് എന്തായിരിക്കും, പി എന്ന് പറഞ്ഞാൽ വൈയുടെ കോയിഫിഷ്യൻ്റ്, അതായത് -2 നെഗറ്റീവ് കൂടെ ചേർത്തെടുക്കുക, -2 ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്, അതായത് -2 ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഈ പവർ വന്നിരിക്കുന്ന ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇൻ്റഗ്രൽ -2 ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എന്നാണ്. ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ നോക്കുവാണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ നേരെ ഡെറിവേറ്റീവ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു ലോഗ് ഓഫ് 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. അതായത് ഇ റേസ് ടു ലോഗ് ഓഫ് 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. അതായത് ഡിനോമിനേറ്ററിൻ്റെ നേരെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കണമെങ്കിൽ നമുക്കതിനെ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാതെ തന്നെ എഴുതാം. അപ്പോൾ ഈ പവർ ലോഗ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ട് ഇ റേസ് ടു ലോഗ് എക്സ്. ഇ റേസ് ടു ലോഗ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, ഇ റേസ് ടു ലോഗ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. സോ അത് വെച്ച് നോക്കിയാൽ ഇ റേസ് ടു ലോഗ് ഓഫ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്തായിരിക്കും, ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. സോ 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് ആയിരിക്കും ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനാണ് 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ് ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ വരിക, 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ്. അതായത് ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക, 1 പ്ലസ് 2 ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, ദ സൊല്യൂഷൻ ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഈസ്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ട് സൈഡും നമ്മൾ ലോഗരിതം എടുത്താൽ ലോഗരിതം ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എക്സ് പ്ലസ് 2 ആണല്ലോ. രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുമ്പോൾ ലോഗ് ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ ലോഗ് ഓഫ് ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 എന്ന് വരും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2. ഇനി ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു വേരിയബിളിനെ ആക്കുക, അതായത് എക്സിൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ഡി എക്സും ഒരു സൈഡിൽ നിർത്തുക, വൈയുടെ ഫംഗ്ഷനും ഡി വൈയും മറ്റേ സൈഡിൽ നിർത്തുക. സോ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി വൈ ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ്, ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ്. ഇനി രണ്ട് സൈഡ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. On integrating
ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ്. ഇങ്ങനെ വരുമല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഇൻ്റഗ്രൽ വെറുതെ ഡി വൈ എന്ന് പറഞ്ഞാൽ മീനിങ് ഇൻ്റഗ്രൽ 1 ഡി വൈ ആണ്, അതായത് വൈ വരും. റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഫംഗ്ഷൻ എന്താണ്? ലോഗ് ഓഫ് എക്സ് പ്ലസ് 2. ഇപ്പോൾ ലോഗറിതമിക് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതും? ഇൻ്റഗ്രൽ ഓഫ് ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 ഇൻറ്റു 1 എന്നുള്ള ഫോമിൽ എഴുതും. ഇൻറ്റു 1 ഡി എക്സ്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യും. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അതിൻ്റെ ഇൻ്റഗ്രലാണ്. So dx. That is log of x plus 2 into integral 1 dx is x minus integral of d by dx of log of x plus 2. Log of x plus 2 ന്റെ വാല്യൂ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by x plus 2 വരും. Then integral 1 dx എന്നത് x വരും. So x dx. വീണ്ടും x into log of x plus 2. ഇതിനെ എങ്ങനെ എഴുതാം? എക്സിൻ്റെ ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ചേഞ്ച് കൊടുക്കാം. എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു പ്ലസ് 2 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. എക്സ് പ്ലസ് 2 മൈനസ് 2. ഇനി ഇവിടെ രണ്ട് ടൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഡി എക്സ് then minus 2 divided by x plus 2 dx. രണ്ട് ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യും. That is equal to x into log of x plus 2 minus integral x plus 2 divided by x plus 2 dx. Then minus of minus plus 2 ആവും, plus 2 divided by x plus 2 plus integral of 2 divided by x plus 2 dx. ഇവിടെ എക്സ് പ്ലസ് 2 ക്യാൻസൽ ചെയ്തിട്ട് ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്നാവും. ഇൻ്റഗ്രൽ 1 ഡി എക്സിൻ്റെ വാല്യൂ എക്സ്. സോ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്, അതായത് എക്സ് പ്ലസ്, ഇവിടെ നോക്കിയാൽ ഇതിന് നമുക്ക് 2 ബൈ എക്സ് പ്ലസ് 2 നമുക്ക് നേരെ ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 എന്നുള്ള ഫോമിൽ എഴുതാം. 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 എന്നുള്ള രീതിയിൽ. ഓക്കെ, പ്ലസ് സി. ഇവിടെ ഈ ടൈമിൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 ഉണ്ട്, ഈ ടൈമിൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 ഉണ്ട്. സോ അത് ടേക്കൺ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി റിമൈനിങ് ടൈംസ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 2 ഉണ്ട്. സോ എക്സ് പ്ലസ് 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് എക്സ് പ്ലസ് സി. ഇതായിരിക്കും ഇതിൻ്റെ വാല്യൂ. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് എക്സ് പ്ലസ് സി ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. സൊല്യൂഷൻ ഓപ്ഷൻ ഏതാണ്? x plus 2 into log of x plus 2 minus x plus c. That is option B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും.